ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകലിലും നമ്മുടെ നടുവിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ചൊരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് ഒരുക്കുന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആത്മീയ ആരാധനയ്ക്കായി ആലയത്തിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കൃതദാസനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ. ഏറിയ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നാം ഒരുമിച്ച് തുറന്നുള്ള അല്പസമയങ്ങൾ ദൈവസന്നിധിയിൽ വചനത്തിന് ഭാഗമായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധമാവിൻ്റെ സഹായം കർത്താവ് നമ്മുടെ മേൽ പകർന്ന് നമുക്ക് ആവശ്യമുള്ളത് നൽകി സമാധാനത്തോട് നമ്മളെ മടക്കി അയക്കേണ്ടതിന് ഏറിയ പ്രാർത്ഥനയോട് വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വായിച്ച അനുഗ്രഹീത സങ്കീർത്തനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വേഗത്തിൽ തന്നെ സങ്കീർത്തനത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ 1-2 വാക്യങ്ങളും 11 വാക്യവും കൂടെ നമുക്കൊന്ന് വായിക്കാം. മതി. ഈ സങ്കീർത്തനത്തിൻ്റെ ആകത്തുക രത്നച്ചുരുക്കം എന്ന് വേണമെങ്കിൽ പറയാവുന്നൊരു വാക്ക്, ദൈവത്തിന് മഹത്വം കൊടുത്താൽ അങ്ങനെയുള്ളവരെ ദൈവം അനുഗ്രഹിക്കും. തുടങ്ങുന്നത് ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ, യഹോവയ്ക്ക് അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പീൻ, വിശുദ്ധാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പീൻ. ദൈവത്തിന് തൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുത്താൽ ആ ദൈവം ചെയ്യുന്ന അനുഗ്രഹമാണ് 11 വാക്യത്തെ നമ്മൾ വായിച്ചത്. യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തൻ്റെ ജനത്തെ. അങ്ങനെയെങ്കിൽ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ബലഹീനരായി കടന്നു വന്ന് ശക്തരായി മടങ്ങണമെങ്കിൽ, പ്രശ്നമുഖരിതമായ സാഹചര്യത്തിൽ കടന്നു വന്ന് സമാധാനത്തോടെ മടങ്ങണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം ദൈവത്തിന് മഹത്വം കൊടുത്താൽ മതി. മറ്റൊത്തിരി പരിപാടികളിലേക്കൊന്നും പോകേണ്ട, കർത്താവിനെ അങ്ങ് സ്തോത്രം ചെയ്താൽ മതി. നാവെടുത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയുമെങ്കിൽ, എൻ്റെ ശരീരം കൊണ്ട് കരമടിച്ചോ ഏതെങ്കിലും രീതിയിലും എനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുമെങ്കിൽ, എൻ്റെ സ്തുതി സ്തോത്രങ്ങൾ എൻ്റെ നാവിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് ഉയരുമ്പോൾ ഞാൻ അറിയാതെ എൻ്റെ ഉള്ളിലേക്ക് ദൈവിക സമാധാനം വരിക. ഇന്ന് പകൽ കർത്താവ് അതിനിട വരുത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ദൈവിക സമാധാനത്തോടെ ഇന്ന് പകൽ ആരാധന കഴിഞ്ഞ് മടങ്ങുവാൻ കർത്താവ് നമുക്കിടയാക്കട്ടെ. കർത്തൃക്കരങ്ങൾ കേൾപ്പിച്ച് പ്രാർത്ഥനയോടെ നമുക്ക് തുറന്നുള്ള നിമിഷങ്ങളായിരിക്കാം. വേഗത്തിൽ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ച ഒരു വചനം ദൈവമക്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. 3-ാമത്തെ വാക്യം നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി വായിക്കാം. മതി, അത്രയും മതി. അവിടെ വായിച്ചത് യഹോവയുടെ ശബ്ദം വെള്ളത്തിന്മീതെ മുഴങ്ങുന്നു. ദൈവത്തിൻ്റെ ശബ്ദത്തെക്കുറിച്ച് വേദപുസ്തകം പല ഭാഗത്ത് എഴുതിയിട്ടുള്ള ചില ചിന്തകൾ ഒന്ന് ഓർപ്പിച്ച് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അവിടെ വായിച്ചത് ഇങ്ങനെയാണ്: യഹോവയുടെ ശബ്ദം വെള്ളത്തിന്മീതെ മുഴങ്ങുന്നു. ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ പ്രത്യേകത, അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസിൽ ഒന്ന് കേൾക്കുകയുണ്ടായി. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം വായിച്ചോളൂ. അത് തന്നെ വായിച്ചു. അഗ്നിയാൽ കത്ത കണ്ണുള്ള ആ ആ അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. അങ്ങനെയെങ്കിൽ പത്മോസിൽ യോഹന്നാൻ കണ്ട യേശുവിൻ്റെ ശബ്ദം, ആ ശബ്ദത്തിൻ്റെ പ്രത്യേകത പറയുകയാണ്, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ. അടുത്ത വാചകം വായിക്കുമ്പോൾ അവനെ കണ്ടിട്ട് വായിച്ചു. ആ ആ ആ മതി. അങ്ങനെയെങ്കിൽ ഈ ശബ്ദത്തിൻ്റെ മുമ്പിൽ ഭയപ്പെട്ടു പോയ യോഹന്നാൻ, ആ വർണ്ണനകളൊക്കെ അവിടെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഞാൻ ഒറ്റ ഭാഗത്ത് നിൽക്കട്ടെ. ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ മുമ്പിൽ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുള്ള ആ ശബ്ദമാണ് യഹോവയുടെ ശബ്ദം അഥവാ ദൈവത്തിൻ്റെ ശബ്ദമെങ്കിൽ, ആ ശബ്ദത്തിൻ്റെ മുമ്പിൽ യോഹന്നാൻ ഭയപ്പെട്ടു പോയി. തീർന്നില്ല, വായിക്കണമെന്നില്ല. ഞാൻ 1-2 ഭാഗങ്ങൾ മാത്രം തൊട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിൽ
കൽപ്പന വാങ്ങുവാനായിട്ട് മോശ സീനായി പർവ്വതത്തിലേക്ക് കയറിപ്പോയത് 19, 20 അധ്യായങ്ങളിലായിട്ട് നമ്മൾ കാണുന്നുണ്ട്. മോശ പർവ്വതത്തിലേക്ക് കയറിപ്പോയി ദൈവം മോശയോട് സംസാരിക്കുമ്പോൾ താഴ്വരയിൽ കാത്തു നിന്ന ജനം പറയുന്നു, പർവ്വതത്തിൽ ഇടി മുഴങ്ങുന്നു. അവർ കേട്ടതൊരു കാഹളനാദം പോലെ ദൈവത്തിൻ്റെ ശബ്ദം ഉയർന്നു വന്നപ്പോൾ ഇടി മുഴങ്ങുന്നതായിട്ടാണ് അവർക്ക് തോന്നിയത്. അങ്ങനെയെങ്കിൽ നമുക്കറിയാം, പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു ഇടി മുഴങ്ങിയാൽ നമ്മൾ ഞെട്ടിപ്പോകും. അങ്ങനെയെങ്കിൽ ഈ യേശുവിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ പ്രത്യേകത ഇടിമുഴക്കം പോലെ, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ, ഭയപ്പെടുന്ന കാഹളത്തിനൊത്ത ശബ്ദമാണ് നമ്മുടെ കർത്താവിൻ്റെ ശബ്ദം. അങ്ങനെയെങ്കിൽ ആ ശബ്ദത്തിൻ്റെ പ്രത്യേകത നമ്മൾ തിരിച്ചറിയണം. ഒരു വാക്യം കൂടെ ഒന്ന് ഉറപ്പിച്ച് ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവചനം 30-ാം അധ്യായത്തിൻ്റെ 30ാം വാക്യം കൂടെ വായിച്ചോളൂ. യെശയ്യാവ് 30:30 ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ സമയത്ത് ദൈവം ക്രോധത്തോട് സംസാരിക്കുന്ന ശബ്ദത്തെക്കുറിച്ച് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ യഹോവയുടെ മേഘനാദത്താൽ മതി, ശത്രുവിനെ തകർക്കാൻ തക്ക ശക്തിയുള്ളതാണ് ദൈവത്തിൻ്റെ ശബ്ദം. അങ്ങനെയെങ്കിൽ ആ ഭാഗത്ത് വളരെ ഗൗരവത്തോടെ 1-2 ചിന്തകൾ ഞാൻ വേഗത്തിൽ ഓർപ്പിച്ച് മുന്നോട്ട് പോകട്ടെ. ദൈവത്തിൻ്റെ ശബ്ദത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിയത്തില്ല. മാറോട് ചാരി യേശുവിനെ സ്നേഹിച്ച, യേശു സ്നേഹിച്ച, കൂടെ നടന്ന യോഹന്നാൻ ഈ ശബ്ദത്തിന് മുമ്പിൽ മരിച്ചവനെ പോലെ ആയെങ്കിൽ, കർത്താവിൽ നിന്ന് കൽപ്പന വാങ്ങാനായിട്ട് കയറിപ്പോയ മോശ, ആ കൽപ്പനയ്ക്ക് വേണ്ടി കാത്തു താഴ്വരയിൽ നിൽക്കുന്ന ജനത്തിന് ദൈവം മോശയോട് സംസാരിച്ചപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, മോശയും ദൈവവുമായിട്ടുള്ള സംഭാഷണം നടക്കുമ്പോൾ ആ ശബ്ദം കേട്ടപ്പോൾ ഇടിമുഴക്കം പോലെ തോന്നിയെങ്കിൽ, ശത്രുവിന് നേരെ പ്രയോഗിക്കുന്ന അല്ലെങ്കിൽ ശത്രുവിന് നേരെ ദൈവത്തിന്റെ ശബ്ദം ഉയരുമ്പോൾ അശൂർ അന്നത്തെ പ്രബല ശക്തി തകർന്നു പോയത് ദൈവത്തിന്റെ ശബ്ദത്തിന് മുമ്പിലാണ്. അങ്ങനെ തിരിച്ചറിയണം, എൻ്റെ ദൈവത്തിന്റെ ശബ്ദം ശക്തിയുള്ള ശബ്ദമാണ്. ആ ശബ്ദം എൻ്റെ ശത്രുവിനെ തകർക്കാൻ പര്യാപ്തമായ ശബ്ദമാണ്. ആ ശബ്ദത്തിന് മുമ്പിൽ പലരും തകർന്നെങ്കിൽ ആ ശബ്ദം തൻ്റെ മക്കളെ ധൈര്യപ്പെടുത്തിയ ശബ്ദവുമാണ്. ഒന്നുകൂടെ പറഞ്ഞോട്ടെ, കാട്ടിൽ സിംഹം അലറിയാൽ സകല ജന്തുക്കളും ഭയപ്പെടും. എന്നാൽ ഈ അലറുന്ന സിംഹത്തിൻ്റെ കാൽച്ചുവട്ടിൽ തൻ്റെ കുട്ടികൾ നിർഭയരായിട്ടിരിക്കും. കാരണം അവർക്കറിയാം ശബ്ദമുണ്ടാക്കിയത് ഞങ്ങളുടെ മാതാവാ അല്ലെങ്കിൽ ഞങ്ങളുടെ പിതാവാ. വ്യക്തമായി ദൈവമക്കളെ തിരിച്ചറിയണം. മറ്റു പലരും യഹോവയുടെ ശബ്ദത്തിന് മുമ്പിൽ തകരുമ്പോൾ, തളരുമ്പോൾ, പതറുമ്പോൾ ഒരു ദൈവപദത്തിൽ വിളിച്ചു പറയണം, ആ ശബ്ദം എന്നെ ഭയപ്പെടുത്തുകയല്ല, എനിക്ക് സംരക്ഷണം തരുന്നതാണ് ആ ശബ്ദം. ഇന്ന് പകൽ എത്ര പേർക്ക് ബോധ്യമുണ്ട്? ദൈവത്തിന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ മുഴങ്ങുമ്പോഴും തന്റെ മക്കൾ പറയണം, ഈ ശബ്ദമാണ് എനിക്ക് സംരക്ഷണം നൽകുന്നത്, ഈ ശബ്ദമാണ് എൻ്റെ ശത്രുവിനെ തകർക്കുന്നത്, ഈ ശബ്ദത്തിന് മുമ്പിൽ ഞാൻ സുരക്ഷിതനാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടോ, നമ്മൾ രക്ഷപ്പെട്ടു. ഞാൻ വേഗത്തിൽ ഒരു ചിന്ത പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വീണ്ടും വായിക്കാം. 3-ാം വാക്യം ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ചോളൂ. യഹോവയുടെ ശബ്ദം വെള്ളത്തിന്മീതെ മുഴങ്ങുന്നു. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് വെള്ളത്തിന്മീതെ മുഴങ്ങുന്ന ദൈവത്തിൻ്റെ ശബ്ദം. വേഗത്തിൽ ആ ചിന്തയിലേക്ക് ദൈവമക്കൾ ശ്രദ്ധ കൊണ്ടുവരാം. എന്താണ് വെള്ളം? വേദപുസ്തകം ഉടനീളം നമ്മൾ പഠിക്കുമ്പോൾ പല ഭാഗത്ത് കാണുന്നുണ്ട് പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, ഒഴുക്കിക്കളയുന്നത്, തകർത്ത് കളയുന്നത്, ഇതിനെയൊക്കെ വെള്ളമെന്ന് പറയാം. അങ്ങനെയെങ്കിൽ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്ന വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. യഹോവയുടെ ശബ്ദം വെള്ളത്തിന്മീതെ. അങ്ങനെയെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എൻ്റെ പ്രശ്നത്തിന് മേൽ എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം മുഴങ്ങും. പ്രശ്നം ശബ്ദമുണ്ടാക്കും, പക്ഷെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം അതിന് മീതെ എനിക്ക് കേൾക്കാൻ കഴിയും. ആ സങ്കീർത്തനം പഠിച്ചാൽ അതിനകത്ത് പല പ്രാവശ്യം ദൈവത്തിൻ്റെ ശബ്ദമെന്ന് പറയുന്നുണ്ട്. മക്കളെ ഒന്ന് നോക്കി ഒന്ന് പറയാമോ വേഗത്തിൽ, എത്ര പ്രാവശ്യം ദൈവത്തിൻ്റെ ശബ്ദം എന്ന് ആ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്? നോക്കിക്കോ, ഗേൾസിനും നോക്കാം. വേഗത്തിൽ നോക്കിയിട്ട് ആൻസർ ഇതാ. യഹോവയുടെ ശബ്ദമെന്ന് അതിനകത്ത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? അത്ര നേരം വേദോസമെങ്കിലും നോക്കാം. കുഞ്ഞുങ്ങൾ പറ, പ്രായമുള്ളവരാണ്ട, കുഞ്ഞുങ്ങളിൽ ആൻസർ. ഓക്കെ, ഗേൾസിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടി. അത്രേ നിങ്ങൾ കണ്ടുള്ളൂ. ഒന്നുകൂടെ നോക്കിയേ. 1, 2 നിങ്ങൾ പറഞ്ഞു തുടങ്ങും, എവിടെയെങ്കിലും കൊണ്ട് എത്തിക്കാമല്ലോ.
കറക്റ്റ്. പല ആൻസർ പറഞ്ഞെങ്കിലും കറക്റ്റ് ആൻസർ ഒരാൾ പറഞ്ഞു. 7 പ്രാവശ്യം യഹോവയുടെ ശബ്ദമെന്ന് ആ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. ഈ 7 പ്രാവശ്യം മുഴങ്ങിയ ശബ്ദത്തിനും പ്രത്യേക അർത്ഥങ്ങളുണ്ടെങ്കിലും നമ്മുടെ സമയപരിധിയിൽ നിന്നുകൊണ്ട് എല്ലാ ഭാഗത്തേക്കും ഞാൻ ഇറങ്ങുന്നില്ല, ഒറ്റ വിഷയത്തിൽ മാത്രം നിൽക്കുകയാണ്. 3-ാം വാക്യത്തിൽ പറയുന്നു, യഹോവയുടെ ശബ്ദം വെള്ളത്തിന്മീതെ മുഴങ്ങുന്ന ദൈവത്തിൻ്റെ ശബ്ദം. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ പ്രത്യേകത, പ്രശ്നം ശബ്ദമുണ്ടാക്കുമ്പോൾ, ആ വെള്ളം ശബ്ദമുണ്ടാക്കുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം അതിന് മുകളിൽ കയറി നിൽക്കും. 93-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യം കൂടെ വായിക്കാമെങ്കിൽ ഈ വിഷയത്തിലേക്ക് നമുക്ക് കയറാൻ അല്പം കൂടെ എളുപ്പമാണ്. അതുവഴി നമുക്ക് അങ്ങോട്ട് കയറി പോകാമെങ്കിൽ കാര്യം അല്പം കൂടെ മനസ്സിലാകും. 93:3 യഹോവേ പ്രവാഹങ്ങൾ ഉയർത്തുന്നു. മതി. അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്ന ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം. യഹോവേ, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തെ വിളിക്കുകയാണ്. യഹോവേ പ്രവാഹങ്ങൾ ഉയർത്തുന്നു. ദൈവമേ, എനിക്കെതിരെ ആരോ പ്രവാഹത്തെ ഉയർത്തുന്നു. ദൈവമല്ല അവിടെ ഉയർത്തുന്നത്, ദൈവത്തെ വിളിക്കുകയാണ്. യഹോവേ പ്രവാഹങ്ങൾ ഉയർത്തുന്നു. വേണമെങ്കിൽ ഇങ്ങനെ പറയാം, യഹോവേ ശത്രു പ്രവാഹങ്ങളെ ഉയർത്തുന്നു. തീർന്നില്ല. ഈ പ്രവാഹം എന്തോ ചെയ്യുന്നു? ശബ്ദമുയർത്തുന്നു. എന്നെ പേടിപ്പിക്കുന്ന ശബ്ദം. ചില വെള്ളങ്ങൾ, ചില പ്രവാഹങ്ങൾ എന്നെ ഭയപ്പെടുത്തുന്ന ശബ്ദമുയർത്തുന്നു. വായിച്ചോളൂ. ഈ പ്രവാഹങ്ങൾ തിരമാലകളെ ഉയർത്തുന്നു. വ്യക്തമായി ആ ഭാഗത്ത് ഒരു ചിന്ത പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ദൈവമേ, എന്നെ ഭയപ്പെടുത്താൻ ചില പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നുണ്ട്. എന്നെ ഇല്ലായ്മ ചെയ്യുവാൻ, തകർത്ത് കളവാൻ ഈ പ്രവാഹങ്ങൾ തിരമാലകളെ ഉയർത്തുന്നുണ്ട്. എന്നാൽ ദൈവമേ, നീ അതിന്റെ മുകളിലാണ്. സങ്കീർത്തനം തുടങ്ങുമ്പോൾ 1-ാം വാക്യത്തിൽ വായിക്കേണ്ട ഒരു പ്രകാരം എഴുതുന്നുണ്ട്, യഹോവ വാഴുന്നു. ദൈവത്തിന്റെ വാഴ്ചയ്ക്കെതിരെ ഒരു ദൈവ പൈതൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തിന്റെ പൈതലായി, ദൈവത്തിന്റെ മകനായി, മകളായി, ദൈവത്തിന്റെ ഒരു പ്രജയായി ദൈവത്തോടൊപ്പം വാഴുമ്പോൾ, എന്നെ വാഴുന്ന ദൈവത്തിന്റെ ശക്തിക്കെതിരെ ഏതൊക്കെയോ ശക്തികൾ ശബ്ദമുയർത്തുന്നുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽ വ്യക്തമായി തിരിച്ചറിയണം, ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾക്കെതിരെ ലോകത്തിന്റെ ശക്തികൾ ചില ശബ്ദമുയർത്തും, ചില പ്രവാഹങ്ങൾ ഉയർത്തും, ചില തിരമാലകളെ ഉയർത്തും. എന്നാൽ അതിന്റെ നടുവിൽ നിന്നുകൊണ്ടൊരു ദൈവവേദന പറയണം, എന്റെ ദൈവമാ വാഴുന്നതെങ്കിൽ, എന്റെ ദൈവം സർവശക്തനാണെങ്കിൽ, എന്റെ ദൈവം സകലത്തിനും ഉയരത്തിൽ ഉന്നതനാണെങ്കിൽ, എനിക്കെതിരെ ഉയർത്തുന്ന ശബ്ദത്തെ കണ്ടുകൊണ്ട് എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്റെ ദൈവത്തിന്റെ ശബ്ദം അതിനും മുകളിലാണ്. ഉയരത്തിലെ ദൈവം തിരമാലകളെക്കാൾ മുകളിൽ നിന്നുകൊണ്ട് നിന്നെ ഭയപ്പെടുത്തുന്ന ചില ശബ്ദങ്ങളുടെ മുമ്പിൽ എന്റെ ദൈവത്തിന് പറയാനുള്ളത്, നീ ഭയപ്പെടണ്ട, അതിന്റെ നടുവിൽ എന്റെ ശബ്ദം ഞാൻ നിന്നെ കേൾപ്പിക്കാം. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത്, നമ്മൾ ഈ പ്രവാഹങ്ങൾ ഉയർത്തുന്ന ശബ്ദം കേൾക്കും, പ്രശ്നമുണ്ടാക്കുന്ന ശബ്ദം കേൾക്കും, ഈ തിരമാലകൾ ഉണ്ടാക്കുന്ന ശബ്ദം കേൾക്കും. ഇതിന്റെ നടുവിൽ എൻ്റെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കത്തില്ല. ഞാൻ വീണ്ടും ആവർത്തിച്ചോട്ടെ, വായിച്ച വാക്യത്തിലേക്ക് ഞാൻ ഒന്നുകൂടെ വരുന്നു. പെരുവെള്ളങ്ങൾക്കും, 3-ാം വാക്യം അങ്ങനെയായിരുന്നു വായിച്ചത്. യഹോവയുടെ ശബ്ദം പെരുവെള്ളത്തിന്മീതെ മുഴങ്ങുന്നു. അങ്ങനെയെങ്കിൽ ഓർക്കണം, പ്രശ്നം ശബ്ദമുണ്ടാക്കും, രോഗം ശബ്ദമുണ്ടാക്കും, ചുറ്റുപാടുകൾ കാണുന്ന കാഴ്ചകൾ അറിയാതെ ചില പേടിപ്പിക്കുന്ന ശബ്ദമുണ്ടാക്കും. നമുക്കറിയാമല്ലോ, ചില വാർത്തകൾ ആ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ ഞെട്ടിക്കുന്ന ചില ശബ്ദം, നിരാശപ്പെടുത്തുന്ന ശബ്ദം, തകർത്ത് കളയുന്ന ശബ്ദം, എൻ്റെ ജീവൻ അല്ലെങ്കിൽ എന്നെ ഇല്ലായ്മ ചെയ്യുന്ന, ഉന്മേഷം കെടുത്തുന്ന ശബ്ദം. ഈ ശബ്ദങ്ങൾ ലോകത്തിൽ നിന്ന് ഉയരുമ്പോൾ ഇന്ന് പകൽ ദൈവമക്കളെ വിളിച്ചു പറയണം, യഹോവയുടെ ശബ്ദം ഇതിന്റെ മുകളിലുണ്ട്. ഇതിനപ്പുറമാണ് എൻ്റെ ദൈവത്തിന്റെ ശബ്ദമെങ്കിൽ എത്ര ശബ്ദം എവിടെയൊക്കെ ഉയർന്നാലും ഒരു ദൈവത്തിൽ വിളിച്ചു പറയണം, എനിക്ക് അതിനപ്പുറത്ത് എൻ്റെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിയും. ഒന്നുകൂടെ കടന്നു പറഞ്ഞാൽ,
അതിനപ്പുറത്തും എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയണം. നമ്മൾ പറയണം, എനിക്ക് മറ്റു ശബ്ദമല്ല വലുത്, എനിക്ക് വലുത് എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദമാണ്. 1-2 ഉദാഹരണം എടുത്തു കാണിച്ചു സമയപരിധിക്കുള്ളിൽ എൻ്റെ വാക്കുകൾ കൂടെ അവസാനിപ്പിക്കാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായത്തിന്റെ 11 മുതൽ 1-2 വാക്യങ്ങൾ വേഗത്തിലൊന്ന് വായിച്ചാട്ടെ. നമുക്കതിൻ്റെ പശ്ചാത്തലം വായിച്ചപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായെന്ന് കരുതുന്നു. ഏലിയാവ് ഇസബേലിനെ ഭയപ്പെട്ട് ആ കർമ്മേലിലെ വലിയ ശുശ്രൂഷയ്ക്ക് ശേഷം ഓടിപ്പോയി ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങിയപ്പോൾ തട്ടി ഉണർത്തി അപ്പവും വെള്ളവും കൊടുത്ത് ധൈര്യപ്പെടുത്തിയ കർത്താവ് ഏലിയാവിനോട് പറയുന്ന ഒരു വാക്കാണ് നമ്മൾ വായിച്ചത്. അതിൻ്റെ ഒരു വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? അതിൻ്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചേ. 9 8-ാമത്തെ വാക്യം കൂടെ വായിക്കാമോ? അവൻ എഴുന്നേറ്റ് ഹോരേബോളം നടന്നു. വായിച്ചു. മതി, ഒരു മിനിറ്റ് അവിടെ നിർത്തണേ. അവിടെ വായിച്ചത് നമ്മൾ ശ്രദ്ധിച്ചല്ലോ. ഇനി ജീവിക്കണ്ട എന്ന് പറഞ്ഞ് മരണം പ്രതീക്ഷിച്ച് ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുന്ന ഏലിയാവിൻ്റെ ചരിത്രമൊക്കെ പറയാൻ പോയാൽ ഒത്തിരി വിഷയങ്ങളൊക്കെ കയറി പോകുന്ന ഒറ്റ വാക്കിൽ അങ്ങ് അവസാനിപ്പിക്കാം. അതിൻ്റെ തലേ ദിവസം ഏലിയാവിനോട് ചോദിച്ചേ, നീ ആരായിരുന്നു? ഒരു ജയാളിയ. കർമ്മേലിൻ്റെ കൊടുമുടിയിൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് യഹോവ തന്നെ ദൈവമെന്ന് ഒരു രാജ്യത്തെ കൊണ്ട് വിളിച്ചു പറയിച്ച ഭക്തൻ തൻ്റെ മുമ്പിൽ ഒരു വീരപരിവേഷത്തോടെ ജനങ്ങൾ കുമ്പിട്ട് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കർമ്മേലിൻ്റെ കൊടുമുടിയിൽ നിന്നും ആഹാബിന്റെ രാജകീയ കുതിരകളെ കെട്ടിയ രഥത്തെ പിന്നിലാക്കിക്കൊണ്ട് ശമരിയോളം ഓടിയ ഭക്തൻ. എല്ലാം കൊണ്ടും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഏലിയാവ് ഒരു ജയാളിയ, തല ഉയർത്തി നിൽക്കുന്ന ആ ജയാളി പിറ്റേ ദിവസം കാണുന്നത് ചൂരച്ചെടിയുടെ കീഴിൽ കിടന്നുകൊണ്ട് പറയുകയാണ്, ജീവിക്കണ്ട, മരിച്ചാൽ മതി. ഈ ഏലിയാവിനെ, ഞാൻ ആ ഭാഗത്തേക്ക് ഇറങ്ങാതെ പെട്ടെന്ന് മുന്നോട്ട് പോവുക, ഈ ഏലിയാവിനെ തട്ടി ഉണർത്തി അപ്പവും വെള്ളവും കൊടുത്ത ദൈവം പറഞ്ഞു, പൊക്കോളാൻ പറഞ്ഞു. ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 ദിവസമായി ഇവൻ പോകുന്നു. അന്നോർത്ത് നോക്കണം, ഒറ്റ നേരത്തെ ആഹാരം 40 ദിവസം യാത്ര ചെയ്യാൻ തക്ക ബലമുള്ള ആഹാരമാണ്. അങ്ങനെയെങ്കിൽ ഇതെന്തോ ആഹാരമാണ്? സ്വർഗത്തിൽ നിന്ന് കൊടുത്തത്, ദൂതം കൊണ്ട് കൊടുത്തതാണ്, നോർമൽ ഫുഡല്ല. നമുക്കറിയാമല്ലോ, നോർമൽ ഫുഡ് ഉച്ചയ്ക്ക് കഴിച്ചാൽ വൈകിട്ട് ആകുമ്പോഴത്തേക്കും വിശപ്പും. എന്നാൽ ഈ ഏലിയാവിന് വിശപ്പില്ലെന്ന് മാത്രമല്ല, ഈ 40 ദിവസം നടക്കാനുള്ള ആരോഗ്യം ഈ ഫുഡിൽ കിട്ടി. ഇത് ദൂതം കൊടുത്ത ആഹാരമാണ്, ദൈവത്തിന്റെ ആഹാരമാണ്. അങ്ങനെയെങ്കിൽ വ്യക്തമായി ദൈവമക്കൾ തിരിച്ചറിയണം, ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കാമെങ്കിൽ ചില മരുഭൂമിയിലൂടെ എത്ര ദൂരം വേണേലും യാത്ര ചെയ്യാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തും. തളർന്നു കിടന്നുറങ്ങിയിടത്തു നിന്നും തട്ടി ഉണർത്തി ദൂതന്റെ ആഹാരം എൻ്റെ കർത്താവ് എനിക്ക് തന്നാൽ ധൈര്യത്തോട് പറ, എത്ര നാൾ വേണേലും ജീവിക്കാനുള്ളത് അതിനകത്തുണ്ട്. ദൈവത്തിന്റെ വചനമെന്ന ആഹാരം ഭക്ഷിക്കുന്ന ദൈവമക്കളെ, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞോട്ടെ, മരുഭൂമിയുടെ ചൂട് നിനക്കൊരു വിഷയമല്ല, മരുഭൂമിയുടെ ഏകാന്തത നിനക്കൊരു വിഷയമല്ല, അതിന്റെ കാഠിന്യം ഒരു വിഷയമല്ല. കാരണം നീ ഭക്ഷിച്ചത് സാധാരണ ആഹാരമല്ല, ഉയരത്തിലെ ആഹാരമാ, ദൈവത്തിന്റെ വചനമെന്ന ആഹാരമാ. ഇത് ഭക്ഷിക്കുന്നവന് മരുഭൂമിയിലൂടെ സഞ്ചരിക്കാനുള്ള ബലം കിട്ടും. ഇന്ന് പകലും ഈ ആഹാരം ഭക്ഷിച്ചേ മടങ്ങാവുള്ളൂ. ദീർഘയാത്ര ചെയ്യാനുള്ളവരാണ് നാം ഓരോരുത്തരും. പ്രതികൂലങ്ങൾ പലതുമുണ്ട്, എന്നാൽ അതിന്റെ നടുവിൽ ഈ ആഹാരം ഭക്ഷിക്കാമോ, നിനക്ക് ധൈര്യത്തോടെ നടക്കാൻ കഴിയും, ആരോഗ്യത്തോടെ നടക്കാൻ കഴിയും. കൃപ, ദൈവകൃപ. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ഈ ആഹാരം ഭക്ഷിച്ച് യാത്ര ചെയ്യാനുള്ള കൃപ തരണമേ. ഈ ആഹാരം ഭക്ഷിച്ച് ചെന്ന ഏലിയാവ് ചെയ്ത കാര്യം നമ്മളിവിടെ വായിച്ചത്, വീണ്ടും ഒരു ഗുഹയ്ക്കകത്ത് കയറി ഒളിച്ചിരിക്കുക. കർത്താവ് പറഞ്ഞു, നീ പുറത്തു വാ. നമ്മൾ വായിച്ച വാക്യത്തേക്ക് വന്നിട്ട് 11, നീ പുറത്തു വന്ന്. അവിടെ കർത്താവ് പറയുകയാണ്, ഈ ആഹാരം തന്നത്, ബലം തന്നത് നീ ഒളിച്ചിരിക്കാനല്ല, നീ പുറത്തു വരണം. നീ 40 ദിവസം നിന്നെ മരുഭൂമിയിലൂടെ നടത്തിയത് ഞാനാ. ഈ പ്രശ്നത്തിന്റെ ഒക്കെ നടുവിലൂടെ നീ നടന്നു പോയത്, നിന്നെ കൊല്ലുമെന്നുള്ള വെല്ലുവിളിയുടെ നടുവിലൂടെ നടന്നു പോയത്, ഈ മരുഭൂമിയുടെ ചൂടിലൂടെ നീ നടന്നു പോയത്, കാഠിന്യമേറിയ അനുഭവങ്ങളിലൂടെ നീ കടന്നു പോയപ്പോൾ നീ ഒരു കാര്യം മറക്കരുത്, നീ ഭക്ഷിച്ച ആഹാരമാണ്. ഇന്നിപ്പോൾ ദൈവമക്കളെ, ഓരോ ദൂതി ഞാൻ പറഞ്ഞോട്ടെ, ക്രിസ്തീയ ജീവിതത്തിൽ തളർന്നു പോകാവുന്ന, തകർന്നു പോകാവുന്ന
ഇനി ജീവിക്കണ്ട എന്ന് പോലും തോന്നിയ നിമിഷങ്ങൾ എത്രയോ ജീവിതത്തിൽ കടന്നു വന്നിട്ടും ഇന്നും നിലനിൽക്കുന്നത് ദൈവം തന്ന വചനം ഉപയോഗിച്ചുകൊണ്ടല്ലേ? യെസ്, ഹല്ലേലൂയ. നമ്മൾ നേരിട്ടതിലും നിസാര വിഷയം നേരിട്ട് എത്രയോ പേർ എനിക്കിനി ജീവിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം വേണ്ട എന്ന് വെച്ചപ്പോൾ ഇന്നും നിലനിൽക്കുന്നത് ഈ ആഹാരം കൊണ്ടാണെങ്കിൽ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്ത് പറ, കർത്താവേ അങ്ങ് തരുന്ന ആഹാരത്തിനായി സ്തോത്രം. മരുഭൂമിയിലൂടെ ആരോഗ്യത്തോട് സഞ്ചരിപ്പാൻ അങ്ങനെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിനായി ഞാൻ നന്ദി പറയുന്നു. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. ആഹാരം കഴിച്ചിട്ട് വീണ്ടും ആരും കാണാതെ ഒളിച്ചിരിക്കുന്ന ഏലിയാവിനോട് ദൈവം പറഞ്ഞു, നീ പുറത്തു വാ, നീ പുറത്തു വന്ന് എന്റെ മുമ്പിൽ നിൽക്കുക. വായിച്ചോളൂ, ആ വിഷയത്തിലേക്ക് ഞാൻ ഓടി വരിക. ആ ആ ആ ആ മതി. ആ ഭാഗം ശ്രദ്ധിച്ചല്ലോ. ഏലിയാവ് പുറത്തു വന്നു. ഇപ്പൊ ഏലിയാവിന്റെ മുമ്പിൽ കൂടെ കടന്നു പോയത് എന്തുവാ? ശക്തിയുള്ളൊരു കാറ്റ്. ആ കാറ്റിന്റെ പ്രത്യേകത സാധാരണ കാറ്റല്ല. വായിച്ചത് ഇങ്ങനെയാണല്ലോ. ആ കൊടുങ്കാറ്റിന്റെ പ്രത്യേകത എവിടെ വായിച്ചത്? പർവ്വതങ്ങളെ കീറി. അങ്ങനെയെങ്കിൽ ഏലിയാവ് ഇപ്പം നിൽക്കുമ്പോൾ താൻ കണ്ണാലെ കാണുന്നൊരു കാഴ്ച, കാറ്റ്. ഈ കാറ്റ് വന്നുവെച്ച പർവ്വതത്തെ കീറി മുറിച്ചു, പിളർത്തിട്ട് ഈ പർവ്വതം മുറിഞ്ഞെന്ന് മാത്രമല്ല പാറകളെ, ഡൈനാമിറ്റ് ഒന്നും വേണ്ട, പാറ പിളർന്ന് മാറുക. അങ്ങനെയെങ്കിൽ ഏലിയാവ് ഇപ്പം കാണുന്ന കാഴ്ച, തൻ്റെ മുമ്പിൽ ചില പർവ്വതങ്ങൾ തകരുന്നു, പാറകൾ ചിന്നിച്ചിതറുന്നു. അടുത്ത വാക്യം വായിച്ചോളൂ. ആ അടുത്തത് മതി. അങ്ങനെയെങ്കിൽ ഏലിയാവ് കണ്ട രണ്ടാമത്തെ കാഴ്ച ഒരു ഭൂകമ്പം. അടുത്തത് വായിച്ചു, മൂന്നാമത്തോടെ വായിച്ചിട്ടെ. ഭൂകമ്പത്തിന് ശേഷം ഇനി മനസ്സിരുത്തി നീന്തിക്കണം. ഇപ്പൊ ഏലിയാവ് ഹോരേബിന്റെ പർവ്വതത്തിൽ ഒരു ഗുഹയ്ക്കകത്ത് ഒളിച്ചിരുന്നവനെ പിടിച്ച് പുറത്തിറക്കി. ഏലിയാവിന് വേണേൽ പറയാം, കർത്താവേ, ഞാൻ ആഹാരമൊക്കെ തിന്ന് സ്വസ്ഥമായിട്ട് അവിടെ കിടന്ന് ഉറങ്ങുക, എന്നെ വിളിച്ചിറക്കി വെച്ച് ഇതെല്ലാം കാണിക്കണം. ഈ പർവ്വതത്തെ കീറിമുറിക്കുന്ന കാറ്റ്, പാറകളെ തകർക്കുന്നു, എന്നെ കൂടെ വറപ്പിക്കുന്ന ഭൂകമ്പം, സഹിക്കാൻ വയ്യാത്ത തീ, ഇത് എന്നെ കാണിക്കണം. വ്യക്തമായി തിരിച്ചറിയണം. ഏലിയാവിന് ന്യായമായി ചോദിക്കാൻ ചോദ്യമുണ്ട്. നമുക്കും ഒരുപക്ഷെ ഈ ചോദ്യം ദൈവത്തോട് ചോദിക്കാം. കർത്താവേ, ഈ കാറ്റ് എന്നെ പേടിപ്പിച്ചു, ഈ ഭൂകമ്പം എന്നെ ഭയപ്പെടുത്തി, ഈ തീ ഞാൻ ദഹിച്ചു പോകുമെന്ന് തോന്നുമാറ് എന്നെ ഭയപ്പെടുത്തി. കർത്താവേ, എന്തിനാ ഈ ശബ്ദമൊക്കെ എന്നെ കേൾപ്പിക്കുന്നത്? എന്തിനാ കർത്താവേ, നമ്മുടെ നാടൻ ഭാഷ ഞാൻ പറഞ്ഞോട്ടെ, എന്തിനാ കർത്താവേ എന്നെ വിരട്ടുന്നത്? ഞാൻ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുമല്ലായിരുന്നോ? ഞാൻ അവിടെ കിടന്നുറങ്ങത്തില്ലായിരുന്നോ? അത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യത്തില്ലായിരുന്നോ? എന്തിനാ എന്നെ പേടിപ്പിക്കുന്നത്? ഏലിയാവോട് പതറിയില്ല. അടുത്ത വാക്യം ഒന്ന് വായിക്കാമോ? അടുത്തത് തീയുടെ ശേഷം മതി. തീയുടെ ശേഷം സാവധാനത്തിൽ. അങ്ങനെ ഞാൻ ചോദിച്ചോട്ടെ, ഏലിയാവിനെ ദൈവം ഈ കൊടുങ്കാറ്റിന്റെ ശബ്ദം കേൾപ്പിച്ചു, ഭൂകമ്പത്തിൽ പലതും ഉടഞ്ഞു താഴുന്ന ശബ്ദം കേൾപ്പിച്ചു, തീയിൽ പലതും കത്തി അമരുന്ന ശബ്ദം കേൾപ്പിച്ചു. പക്ഷെങ്കിൽ അവിടെ കൊണ്ട് അവസാനിപ്പിച്ചില്ല. കർത്താവ് എന്താ പറഞ്ഞു? അതിനുശേഷം ഒരു മൃദുസ്വരം കൂടെ കേൾപ്പിച്ചു. ദൈവമക്കളെ, ഞാൻ പറഞ്ഞോട്ടെ, ചില ഭൂകമ്പങ്ങളും ചില കൊടുങ്കാറ്റുകളും ചില അഗ്നിശോധനയുടെ അനുഭവങ്ങളും വന്നാലും അതിനപ്പുറം എൻ്റെ കർത്താവിൻ്റെ ശബ്ദം എന്നെ കേൾപ്പിക്കുന്ന ഒരു ദൈവമായ എൻ്റെ ദൈവം. യെസ്, ഹല്ലേലൂയ. ഇന്ന് പകലാത്മാവിൽ അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നു, നീ കാറ്റിന്റെ ശബ്ദം കേട്ടുകൊണ്ട് പേടിച്ച് അവിടെ നിൽക്കണ്ട. ഭൂകമ്പം തകർക്കുന്നുവെന്ന് പറഞ്ഞ ശബ്ദത്തിന് മുമ്പിൽ നീ ഭയപ്പെടണ്ട. തീ എല്ലാം തകർക്കും തീർക്കുമെന്ന് ഭയപ്പെടണ്ട. അതിനപ്പുറത്ത് മറ്റൊരു ശബ്ദം നിനക്ക് കേൾക്കാൻ കഴിയും.
ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ കഴിയും, കർത്താവേ, ഞാൻ ചില കൊടുങ്കാറ്റിന്റെ നടുവില എന്റെ കുടുംബത്തെ തകർത്ത് കളയുന്ന, ചില പർവ്വതങ്ങളെ കീറിമുറിക്കുന്ന, ചില പാറകളെ ചിഹ്നിക്കുന്ന കൊടുങ്കാറ്റിന്റെ നടുവിലാണ് ഞാൻ ആയിരിക്കുന്നത്. ചില ഭൂകമ്പ സമാനമായ സാഹചര്യത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്. ഒരു അഗ്നിശോധനയിലാണ് ഞാൻ ആയിരിക്കുന്നത്. എന്നാൽ മറക്കരുത്, അതിനുശേഷം ഒരു മൃദുസ്വരം നിന്നെ ധൈര്യപ്പെടുത്തുന്ന, നിനക്ക് വാഗ്ദത്തം നൽകുന്ന, നിന്റെ നാളെയെക്കുറിച്ച് നിന്നെ ബോധ്യപ്പെടുത്തുന്ന ഒരു ശബ്ദം കൂടെ കേൾക്കുമെന്നുള്ളത് മറന്നു പോകരുത്. പെരുവെള്ളത്തിനു മീതെ മുഴങ്ങുന്ന ഒരു ശബ്ദമുണ്ട്. നിന്നെ ഭയപ്പെടുത്തുന്ന ശബ്ദത്തിന്റെ മുന്നിൽ അതിന്റെ മുകളിൽ മുഴങ്ങുന്ന ഒരു ദൈവത്തിന്റെ ശബ്ദമുണ്ട്. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ എന്നവരെ ഞങ്ങൾ ജയമെടുക്കുന്നു. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. ഒരു ഭക്തന്റെ ജീവിതത്തിൽ ചില പെരുവെള്ളത്തിന്റെ ശബ്ദം മാത്രമല്ല ദൈവം കേൾപ്പിക്കുന്നത്, അതിനപ്പുറം ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിയണം. നമുക്ക് ദൈവത്തോട് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഞാൻ ചുറ്റുപാടുകൾ കേൾക്കുന്ന ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങളാണ്. അത് കുടുംബത്തിനകത്താകട്ടെ, എൻ്റെ ശാരീരിക പ്രശ്നങ്ങളാകട്ടെ, എൻ്റെ രോഗമാകട്ടെ, എൻ്റെ തലമുറയുടെ വിഷയമാകട്ടെ, എൻ്റെ ചുറ്റുപാടുകളാകട്ടെ, ഞാൻ ആയിരിക്കുന്ന പല സാഹചര്യങ്ങളിലും എന്നെ ഭയപ്പെടുത്തുന്ന പല ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അതിനപ്പുറത്ത് നിന്നെ ധൈര്യപ്പെടുത്തുന്ന ഒരു ശബ്ദമുണ്ട്. പെരുവെള്ളത്തിന് മീതെ മുഴങ്ങുന്ന എൻ്റെ ദൈവത്തിന്റെ ശബ്ദമുണ്ട്. കൃപ, ദൈവകൃപ. നമുക്ക് ദൈവത്തോട് പറയണം, കർത്താവേ, അത് കേൾക്കാൻ എൻ്റെ കാതൊന്ന് തുറക്കണമേ. ലോകത്തിന്റെ ശബ്ദം കേൾക്കാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. അത് ശബ്ദം നിന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതോടൊപ്പം തന്നെ അതിന് മുകളിൽ എൻ്റെ ദൈവത്തിന്റെ ശബ്ദം. ഞാൻ ഒരു വാക്യം കൂടെ ഉറപ്പിച്ച് എൻ്റെ വാക്ക് അവസാനിപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് ഒന്ന് വന്നാട്ടെ. 27-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം മാത്രം വായിച്ചാലും മതി. ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആശയം മനസ്സിലാകുന്നുണ്ട്. വിശദീകരിക്കാതെ പെട്ടെന്ന് പോകാം. ആ മതി, നമുക്കറിയാവുന്നൊരു വചനമാണല്ലോ. പൗലോസ് അപ്പോസ്തലൻ ഒരു വിചാരണ തടവുകാരനായി റോമിലേക്ക് യാത്ര ചെയ്യുന്ന യാത്ര. ആ യാത്രയിൽ തനിക്കുണ്ടായ ദർശനം ക്യാപ്റ്റനോട് താൻ പറഞ്ഞു, കപ്പലിൻ്റെ ഉടമയോട് പറഞ്ഞു. പക്ഷെങ്കിൽ ഇവരാരും ഇത് കേട്ടില്ല. അവർ പറഞ്ഞു, കുഴപ്പമില്ല, പോയേക്കാം. പക്ഷെങ്കിൽ അവിടെ വരുമ്പോൾ 13-ാം വാക്യത്തിൽ ഒരു പ്രത്യേക പദമുണ്ടല്ലോ, തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ താല്പര്യം സാധിച്ചുവെന്ന് തോന്നി. ഇവർ യാത്ര ചെയ്തപ്പോൾ പൗലോസ് പറഞ്ഞു, പോകരുത്, കഷ്ടങ്ങളുണ്ട്, നഷ്ടങ്ങളുണ്ട്, യാത്രയിൽ നമുക്ക് മാത്രമല്ല ചരക്കുകൾ കൂടെ നാശമുണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷെ ഇവർ പറഞ്ഞു, സാരമില്ല, വണ്ടി വിട്. യാത്ര ആരംഭിച്ചപ്പോൾ തെക്കൻ കാറ്റ് മന്ദമായിട്ട് വീശിയപ്പോൾ ഇവർ പറഞ്ഞു, ആ ഉപദേശിക്ക് വേറെ പണിയൊന്നുമില്ല, അങ്ങേരിപ്പം നമ്മുടെ യാത്ര മുടക്കിയേനും എന്തുപോയാലും പോയത് കാര്യമായി എന്നും പറഞ്ഞ് ഇവർ യാത്ര ആരംഭിച്ചു. അടുത്ത വാചകം ഒന്ന് വായിക്കാമോ? ആ ആ ആ അടുത്തുകൂടെ മതി. ആ ഭാഗത്ത് വായിക്കുമ്പോൾ തെക്കൻ കാറ്റ് ചെറുതായിട്ട് മന്ദമായിട്ട് വീശിയപ്പോൾ ഇവർ പറഞ്ഞു, നല്ല യാത്ര, നല്ല പ്ലസന്റ് ജേർണി, ഈ സുഖകരമായ കാറ്റും കൊണ്ട് നമുക്ക് റോമിലെത്താം. പക്ഷെങ്കിൽ കാര്യം കൈവിട്ടുപോയി. അല്പം മുന്നോട്ട് ചെന്നപ്പോൾ അവിടെ വായിച്ചത്, ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് പടകിന് നേരെ ആഞ്ഞടിച്ച് കൈവിട്ടുപോയി, കൺട്രോൾ പോയി. താഴോട്ട് വായിച്ചു വരുമ്പോൾ, വായിക്കേണ്ട, ഞാൻ വേഗത്തിൽ പറഞ്ഞു വിടുകയാണ്. ഈ കാറ്റിനകത്ത് ഇവർ പതറുമ്പോൾ 14 ദിവസമായിട്ട് ഇവർക്ക് ലക്ഷ്യമില്ല. എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല. തെക്കോട്ടാണോ, വടക്കോട്ടാണോ, കിഴക്കോട്ടാണോ, പടിഞ്ഞാറോട്ടാണോ, അതോ ഇനി നടുക്കടലിൽ കിടന്ന് വട്ടം കറങ്ങുകയാണോ, ഒരു ബോധ്യവുമില്ലാതെ ഇവർ വലയുന്നു. ഒടുവിൽ ഇവർ അന്യോന്യം പറയുന്നു, പോക്ക, രക്ഷപ്പെടത്തില്ല. അവിടെ എഴുതി താഴോട്ട് വായിച്ചു വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, രക്ഷപ്പെടുമെന്നുള്ള ആശ നഷ്ടപ്പെട്ടു. ആഹാരം കഴിക്കുന്നില്ല. 14 ദിവസം ഉപവാസമല്ല, പട്ടിണിയാ. മരണത്തെ മുമ്പിൽ കണ്ടവൻ ആഹാരം വേണ്ട.
അവൻ ആ ഭാഗത്ത് അവർ നിരാശരായി ഭാരപ്പെട്ട് അവർ വിളിച്ചു പറയുന്നത് രക്ഷപ്പെടാൻ സാധ്യതയില്ല, ഈ കാറ്റ് അടങ്ങുന്നില്ല, നക്ഷത്രത്തെ എനിക്ക് കാണാൻ കഴിയുന്നില്ല, സൂര്യനെ കാണാൻ കഴിയുന്നില്ല, പകലാണോ രാത്രിയാണോ പ്രക്ഷുബ്ധമായ ഈ സമുദ്രത്തിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ഇവർ കേട്ടോണ്ടിരിക്കുന്ന ശബ്ദം എന്തുവാ? ഈ കൂട്ടത്തിൽ 276 തടവുകാരിൽ 275 പേരുടെ വായിൽ നിന്ന് വരുന്ന വാക്കെന്തുവാ? നിരാശയുടെ വാക്ക, മരണത്തിന്റെ വാക്ക, പ്രതീക്ഷ നഷ്ടപ്പെട്ട വാക്ക, ആശയില്ല, രക്ഷയില്ല. ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനത്തെ, ഞാൻ ആദ്യത്തെ വാക്കിലേക്ക് ഒന്നുകൂടെ വരട്ടെ, വെള്ളങ്ങൾ പെരുവെള്ളത്തിന്റെ ശബ്ദമായി ഇവർ കേൾക്കുന്നത്, രക്ഷപ്പെടലിന്റെ ശബ്ദമല്ല. ഒന്നുകൂടെ പറഞ്ഞാൽ നെഗറ്റീവ് വേർഡ്സാ ഇവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരുടെ മുഖത്തോട് നോക്കിയാൽ നിരാശയാ അവരുടെയൊക്കെ മുഖത്ത്. ആർക്കും ഒരു പ്രതീക്ഷയില്ല. ആ സന്ദർഭത്തിൽ 14-ാം തീയതി യഹോവയുടെ ദൂതൻ പൗലോസിന്റെ അടുക്ക വന്നൊരു വാക്ക് പറഞ്ഞു, പൗലോസ്, നീ ഭയപ്പെടണ്ട, നീ കൈസറുടെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. അതിന്റെ അർത്ഥം നീ റോമിലെത്തും. നീ യാത്ര ചെയ്യുന്നത് റോമിലേക്കാണെങ്കിൽ നിന്നെ റോമിലെത്തിക്കാൻ മതിയായവൻ, ശക്തനായവൻ തന്റെ അടുക്കൽ വന്നു പറയുകയാണ്, നീ ഭയപ്പെടണ്ട, നീ റോമിലെത്തും. ഇന്ന് പകൽ ദൈവമക്കളെ, പെട്ടെന്ന് എന്റെ വാക്കുകൾ ഇവിടെ ഞാൻ അവസാനിപ്പിച്ചോട്ടെ. ഞാൻ ആ വാക്കൊന്ന് പറഞ്ഞോട്ടെ. പെരുവെള്ളങ്ങളുടെ ഇരച്ചിലിനപ്പുറത്ത് പൗലോസ് അപ്പോസ്തലനോട് ചോദിച്ചേ, താങ്കൾ കേട്ട ശബ്ദം എന്താ? യെസ്, ഹല്ലേലൂയ. നിങ്ങൾ ആ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ കേൾക്കുന്നില്ലേ? നിങ്ങൾ ആ ഈശാനമൂലൻ ചുറ്റിയടിക്കുന്ന ആ ശബ്ദം നിങ്ങൾ കേൾക്കുന്നില്ലേ? ആ കടലിന്റെ എരമ്പൽ നിങ്ങൾ കേൾക്കുന്നില്ലേ? നിന്നോടൊപ്പം യാത്ര ചെയ്യുന്നവരുടെ ദീനരോദനം നീ കേൾക്കുന്നില്ലേ? അവരുടെ വായിൽ നിന്ന് വരുന്ന നിരാശയുടെ വാക്ക് നീ കേൾക്കുന്നില്ലേ? തനിക്ക് പറയാൻ കഴിയും, ഞാൻ ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ഇതിനപ്പുറം എന്റെ ഉടയവന്റെ ശബ്ദവും ഞാൻ കേൾക്കുന്നുണ്ട്. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. ഇന്ന് പകൽ ആത്മാവിൽ ഒരു ദൂത് പറഞ്ഞ എന്റെ വാക്കുകൾ ഇവിടെ വിരാമം കൊടുക്കട്ടെ. നീ ചുറ്റുപാട് ധാരാളം ശബ്ദം കേൾക്കുന്നുണ്ടായിരിക്കാം. നിന്റെ ജീവിതത്തെ തകർത്ത് കളയുന്ന ഈശാനമൂലം ചുറ്റിയടിക്കുന്ന ശബ്ദം നീ കേൾക്കുന്നുണ്ടായിരിക്കാം. ആ കടലിന്റെ ഇരമ്പൽ നീ കേൾക്കുന്നുണ്ടായിരിക്കാം. നിന്നെ കാണുന്നവർ, ചുറ്റും നിൽക്കുന്നവർ പറയുന്ന നിരാശയുടെ വാക്ക് നീ കേൾക്കുന്നുണ്ടായിരിക്കാം. അതിനപ്പുറത്ത് വിളിച്ചു പറ, ഞാൻ സേവിച്ചു വരുന്നവനും എന്റെ ഉടയവനുമായ ദൈവത്തിന്റെ ശബ്ദം ഇതിന്റെ നടുവിൽ എന്നെ ഒന്ന് കേൾപ്പിക്കണമേ. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. പെരുവെള്ളങ്ങളുടെ ഇരച്ചിലിനേക്കാൾ, ആ ശബ്ദങ്ങളുടെ മുഴക്കത്തിനപ്പുറത്ത് ദൈവമേ അങ്ങയുടെ ശബ്ദം എന്നെ ഒന്ന് കേൾപ്പിക്കണമേ. കൃപ, ദൈവകൃപ. എത്ര പേര് ഇന്ന് പകൽ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്? ഒരു നിമിഷം ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ? ആ വാക്യത്തിലേക്ക് ഒന്നുകൂടെ മടങ്ങിയെത്താമോ? 29-ന്റെ 3-ാം വാക്യം വായിച്ചോട്ടെ. മതി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവമക്കളെ ധൈര്യത്തോടെ പറ, യഹോവയുടെ ശബ്ദം വെള്ളത്തിന് മീതെ, ഈ പ്രശ്നത്തിന് മീതെ മുഴങ്ങുന്നൊരു ശബ്ദമുണ്ട്. എനിക്കത് കേൾക്കണം. ഒന്നുകൂടെ പറഞ്ഞോട്ടെ, എനിക്കത് കേട്ടാൽ മതി. നീ എത്തേണ്ടിടത്തെത്തും. നിന്റെ വാഗ്ദത്തം ദൈവം പൂർത്തീകരിക്കും. യെസ്, ഹല്ലേലൂയ. നിന്നെ കൊണ്ട് ചെയ്തെടുക്കാനുള്ള ശുശ്രൂഷ ദൈവത്തിന് ചെയ്തെടുക്കാൻ കഴിയും. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, പെരുവെള്ളത്തിന് മീതെ യഹോവയുടെ ശബ്ദം മുഴങ്ങുന്നു. ഒരു നിമിഷം കണ്ണുകൾ അടച്ചാട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും കർത്തൃക്കരങ്ങൾക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ആത്മാർത്ഥമായി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധമാവ് വ്യക്തിപരമായി സംസാരിച്ചു വന്ന് ബോധ്യമുള്ളവർ ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ടെന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധമാവ് പലരോട് ഇന്ന് പകൽ സംസാരിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ തലയിൽ കൈവച്ചൊരു ദൂതായി പറഞ്ഞില്ലെങ്കിലും ഇത് എന്നോടുള്ള ദൂതെന്ന് ബോധ്യമായവർ പറഞ്ഞാട്ട്, ഞാൻ ഗുഹയിൽ ഒളിക്കേണ്ട വ്യക്തിയല്ല. എനിക്കിനിയും ദീർഘദൂരം യാത്ര ചെയ്യാനുണ്ട്. എന്നെ കൊണ്ടെന്റെ കർത്താവിന് ഇനിയും പലത് ചെയ്തെടുക്കാനുണ്ട്. എന്നാൽ അതിനു മുമ്പിൽ കർത്താവേ, ചിലപ്പോൾ പർവ്വതത്തെ പോലും കീറിമുറിക്കുന്ന, പാറകളെ തകർക്കുന്ന ചില കൊടുങ്കാറ്റ് എന്റെ മുമ്പിലൂടെ കടന്നുപോയെന്ന് വരാം. ഇളക്കി മറിക്കുന്ന ഭൂകമ്പം എന്റെ മുമ്പിൽ സംഭവിച്ചെന്ന് വന്നേക്കാം.
ചില ദഹിപ്പിച്ചു കളയുന്ന അഗ്നിയുടെ ശോധനയുടെ അനുഭവം എന്റെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. എന്നാൽ അതിനപ്പുറം ഞാൻ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്. എന്റെ ഉടയവന്റെ ശബ്ദം, എന്നെ വിളിച്ചവന്റെ ശബ്ദം, എന്നെ അപ്പം തന്ന് ആ ചൂരച്ചെടിയുടെ ചുവട്ടിൽ നിന്നും ഹോരേബോളം എത്തിച്ചവന്റെ ഒരു ശബ്ദമുണ്ട്. ഇന്ന് പകൽ ധൈര്യത്തോട് പറ, കർത്താവേ, എനിക്ക് വലുത് കൊടുങ്കാറ്റിന്റെ ശബ്ദമല്ല, എനിക്ക് വലുത് ഭൂകമ്പത്തിന്റെ ശബ്ദമല്ല, എനിക്ക് വലുത് ആ വെള്ളങ്ങളുടെ മീതെ മുഴങ്ങുന്ന അങ്ങയുടെ ശബ്ദമാണ്. കൃപ കൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിനോടൊന്ന് ചോദിച്ച്, തനിക്ക് പറയാനുള്ളത്, എന്നെ വിളിച്ചൊരു ദൈവമുണ്ട്, ദമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ച് എന്നെ കണ്ടൊരു ദൈവമുണ്ട്, ആ ദൈവത്തിന്റെ ശബ്ദമായി എനിക്ക് വലുത്. ചുറ്റുമുള്ളവർ നിരാശയുടെ വാക്ക് വിളിച്ചു പറഞ്ഞുകൊള്ളട്ടെ, ചുറ്റുമുള്ളവർ എന്തും ചെയ്തു കൊള്ളട്ടെ, അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടാലും എനിക്ക് പറയാനുള്ളതുണ്ട്. ഞാൻ സേവിച്ചു നിൽക്കുന്നവനും എന്റെ ഉടയവനുമായ ഒരു ദൈവമുണ്ട്. ആ ശബ്ദം ഇതിന്റെ നടുവിൽ എന്റെ കർത്താവിനെ കേൾപ്പിക്കും. നമുക്ക് ദൈവത്തോട് ഇങ്ങനെ പറയാം, കർത്താവേ, ഈ ദിവസങ്ങൾ ആ ശബ്ദം കേൾക്കാൻ എനിക്ക് കൃപ തരണമേ, അത് കേൾക്കാൻ എൻ്റെ കാതിനെ ഒന്ന് തുറക്കണമേ. ലോകത്ത് പലർക്കും ഇത് കേൾക്കാൻ കഴിഞ്ഞെന്ന് വരികയില്ല. എന്നാൽ ഒരു ദൈവപൈതൽ പറയണം, പെരുവെള്ളത്തിന് മീതെ എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം മുഴങ്ങും. വിശ്വാസമുള്ളവർ വാ തുറന്നൊന്ന് പറയാമോ? ചില പ്രശ്നത്തിൻ്റെ മുകളിൽ എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം മുഴങ്ങും. നിങ്ങൾ അങ്ങനെ തന്നെ അങ്ങ് പറഞ്ഞോ, എന്നെ അലട്ടുന്ന ഒത്തിരി പ്രശ്നത്തിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്, എന്നാൽ അതിനു മുകളിൽ എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ കേൾക്കും. ഓ രക്തതാജയം, ഹല്ലേലൂയ. എനിക്ക് കേൾക്കേണ്ടത് പ്രശ്നത്തിന്റെ ശബ്ദമല്ല, അതിനു മുകളിൽ മുഴങ്ങുന്ന എൻ്റെ ദൈവത്തിന്റെ ശബ്ദമാണ്. എന്നെ അതൊന്ന് കേൾപ്പിക്കണം. ആ ശബ്ദം കേൾക്കാമോ, നിന്റെ ജീവിതയാത്ര ധന്യമായി മാറും. നമുക്കതിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ സമർപ്പിക്കാം. ഈ വചനങ്ങൾ അതിനൊരു മുഖാന്തരമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കൊടുക്കട്ടെ. ദൈവം നമ്മളെ ഇവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.